ഡാർക്ക് കോമഡി ജോണർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർക്കാവുന്ന ഒരു മൂവിയാണ് മരണമാസം എന്ന് പറയുന്നത്. എനിക്ക് നല്ല രീതിക്ക് ഈ മൂവി വർക്കായി, ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഒരുപാട് ചിരിക്കാനുള്ള എലമെന്റ്സ്, നല്ലൊരു വൈബായിട്ടാണ് സിനിമ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ഫുൾ ആൻഡ് ഫുൾ ഡാർക്ക് കോമഡിയാണ്. ഈ ഒരു മൂവിയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഡാർക്ക് കോമഡിയും കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പ്രസന്റേഷനും അവരുടെ ആർക്കും അവരുടെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ ചില കോമഡീസിന്റെ പ്ലേസ്മെന്റ് ഒക്കെ വെച്ചാണ് സിനിമ പോകുന്നത്. ത്രൂ ഔട്ട് സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ചിരിച്ച് നമ്മൾ ഒരു സെക്കൻഡ് പോലും ചിരിക്കില്ലാതിരിക്കുന്ന അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ക ഡാർക്ക് കോമഡി, അതായത് നമ്മൾ കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ ട്രോൾ മെറ്റീരിയൽ ആയിട്ട് കണ്ടുവരുന്ന ഒരുപാട് ഇവന്റ്സും സിറ്റുവേഷനും ക്യാരക്ടേഴ്സും സോ അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു എൻറ്റയർ മൂവി പറഞ്ഞു വരിക്കുന്നത്. സോ അതൊന്നും അറിയാത്തവരാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ബാക്കി എല്ലാവരും ക്ലാപ്പ് അടിക്കുമ്പോൾ നിങ്ങൾ കിളിവായിരിക്കും. എന്തിനാണ് ഇവരിപ്പോൾ ക്ലാപ്പ് അടിക്കണമെന്ന് തോന്നും. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും. ഈ ഒരു ഡാർക്ക് കോമഡി ജോണർ ഇഷ്ടമില്ലാത്തവരാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ട്രോൾ മെറ്റീരിയലും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പരിപാടിയുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഒരിക്കലും കണക്ട് ആകാൻ പോകുന്നില്ല. ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു മൂവി തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കോമഡി ആയാലും ഇവന്റ്സ് ആയാലും സിറ്റുവേഷൻസ് ആയാലും കാണുമ്പോൾ നല്ല രസമാണ്, നല്ല വൈബായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതേ കാര്യം നമ്മൾ OTT കാണുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് കണക്ട് ആകാൻ പോകുന്നില്ല. ഒറ്റയ്ക്ക് ഇരുന്ന ഹെഡ്സെറ്റ് വെച്ച് കണ്ട ഈ ഒരു കോമഡീസ് ഒന്നും കണക്ട് ആകാൻ ഒരു ചാൻസും ഇല്ല. ഒരു 50% ചാൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു പടം തിയേറ്ററിൽ നിന്ന് കാണുവാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് ഈ ഒരു മൂവിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു മൂവിയിലെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, സ്പോയിലായി. ഇപ്പോൾ ഒരു വൺ ലൈനിൽ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ക്യാരക്ടേഴ്സ് ഒരു രാത്രി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനും അവർ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തതിനു ശേഷം അവർ ചെയ്യുന്ന കാര്യങ്ങളും ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. അത് വളരെ നൈസായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എവിടെയും വലിയ ബോറടിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. ആ ഒരു ഇവന്റിൽ എത്താൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അത് ബിൽഡ് ചെയ്ത് വരണം. ആ ഓരോ ക്യാരക്ടേഴ്സും ആ ഒരു സിറ്റുവേഷൻ്റെ അകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് ട്രാപ്പായി പോകും. ആ ഓരോ ക്യാരക്ടേഴ്സും എന്താണ് അവരുടെ ക്യാരക്ടർ പ്രസന്റേഷൻ, എങ്ങനെയാണ് ആർക്ക്, എങ്ങനെയാണ് അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ത്രൂ ഔട്ട് ലൈഫിൽ അവരെങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അത് എടുത്തു കഴിഞ്ഞ് ഇവരെല്ലാം കൊണ്ട് ഒരു പോയിന്റിൽ എത്തിയതിനു ശേഷം സിനിമ വേറൊരു ട്രാക്കിൽ പോകുന്നുണ്ട്. അത് നല്ല രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് ഒരു ക്യാരക്ടർ ആർക്കൊക്കെ സംസാരിച്ച് ഇനി അങ്ങോട്ടുള്ള ഒരു ത്രൂ ഔട്ട് മൂവിയിൽ നിങ്ങൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനാണ് കാണാൻ പോകുന്നതെന്ന് നമുക്ക് കാണിച്ചു തരും. ആ ഒരു 30 മിനിറ്റ്സിൽ ഈ ഒരു ക്യാരക്ടേഴ്സും അവരുടെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യുന്നതും അവരുടെ കോമഡിയും അവരുടെ വൈബൊക്കെ നമുക്ക് കണക്ട് ആയില്ലെങ്കിൽ അവർ എൻ്റയർ മൂവി ഒരിക്കലും കണക്ട് ആകാൻ പോകുന്നില്ല. കാരണം ആ ഒരു ത്രൂ ഔട്ട് ദ മൂവി ഇവരെ വെച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ കോമഡി ട്രാക്കിലോട്ട് വരുവാണെങ്കിൽ പ്ലേസ് ചെയ്തിട്ടുള്ള മിക്ക കോമഡീസും എനിക്ക് നല്ല രീതിക്ക് വർക്കായി, നല്ലൊരു അടിപൊളിയാണ്. ചിലതൊന്നും അത്ര വർക്കായില്ലെങ്കിലും ത്രൂ ഔട്ട് ആ ഒരു കോമഡി നോക്കുവാണെങ്കിൽ എല്ലാം നൈസായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നത്, നമ്മളെ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ചെറിയൊരു ഡയലോഗ് അടിക്കും. ആ ഒരു ഡയലോഗ് തന്നെ തിയേറ്ററിൽ വേറെ ലെവലായിരുന്നു, ക്ലാപ്പും വിസിലും. കാരണം അങ്ങനത്തെ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരിക്കണം. എന്നും പറഞ്ഞ് മറ്റേ ഭയങ്കര ചിരിച്ചു മറിഞ്ഞ് ഒരു ചിരി നിർത്താതെ ഇറങ്ങി വന്നതല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ലെവൽ തിരിയുന്നല്ല ഞാൻ പറയുന്നത്. എന്താണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട് സിനിമയിലെ പല ഏരിയാസിലും. ആൻഡ് ഈ ഒരു മൂവിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞു ക്യാരക്ടേഴ്സ്. അതിലും എനിക്ക് എസ്പെഷ്യലി എടുത്ത് പറയുന്ന ഒരു ക്യാരക്ടറാണ് രാജേഷ് മാധവൻ. പുള്ളിക്കാരൻ വാസ് ലൈക്ക് അടിപൊളിയായിരുന്നു. പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ പ്രസന്റേഷൻ നമുക്ക് ചില സമയത്തൊക്കെ നമുക്കൊരു കോമഡി ആയിട്ട് തോന്നും. പക്ഷേ പുള്ളിക്കാരൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ നോട്ടവും പുള്ളിക്കാരൻ്റെ എക്സ്പ്രഷനും ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും, ബേസിലായാലും ശരി, സുരേഷ് കൃഷ്ണനായാലും ശരി, എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് എന്താണോ ആ ഒരു അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അവിടെയെങ്കിലും ഒന്ന് പാളി പോയിരുന്നെങ്കിൽ സിനിമ എൻ്റയർലി കയ്യിൽ പോയിനെ. കാരണം സിനിമയുടെ മെയിൻ പില്ലേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിനിമയുടെ ഒരു കഥയുടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇങ്ങനത്തെ ഒരു മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ്. ആ ഒരു കാര്യത്തിൽ നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. കാരണം ആ ഒരു സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു മൂവിയിലെ ക്യാരക്ടർ പ്രസന്റേഷനും അവരുടെ പെർഫോമൻസ് തന്നെയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ആ ഒരു എൻഡ് ക്രെഡിറ്റ്സ് വരെ ഒരു വൈബ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നല്ല രസമാണ് തിയേറ്ററിൽ നിന്ന് കാണാനായിട്ട്. ഇത് OTT വരുമ്പോൾ ഞാൻ ഷുവറായിട്ടും പറയാം വർക്ക് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇത് ഓഡിയൻസിൻ്റെ ആയിട്ടൊക്കെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് പ്രത്യേക ഒരു ഫീലാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.